ഫെബനാക്കി സീരീസ് കാണാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണ് ഇപ്പോൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഫെബനാക്കി സീരീസ് കാണാനായിട്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത് സംഖ്യ വരെയുള്ളതിൻ്റെ ഫെബനാക്കി സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ആഡ് ചെയ്തതായിരിക്കും തേർഡ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് 2 നമ്പേഴ്സ് ആഡ് ചെയ്തതായിരിക്കും നെക്സ്റ്റ് നമ്പർ. അതാണ് ഫെബനാക്കി സീരീസ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ എത്ര നമ്പർ വരെ വേണം എന്നുള്ളത് യൂസറിനോട് ചോദിക്കാം. അപ്പോൾ n ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ വഴി യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ, എൻ്റർ എ നമ്പർ എന്ന് യൂസർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ n എന്ന് പറയുന്ന വേരിയബിളിൽ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഫെബനാക്കി നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം, അവിടേക്ക് ഇതിനെ വിളിക്കണം. അപ്പോൾ ഫംഗ്ഷനിലേക്ക് എന്നിൻ്റെ വാല്യൂ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനെ വിളിച്ചു കണ്ടാൽ എക്സിക്യൂഷൻ നേരെ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ എക്സിക്യൂഷൻ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ എഴുതണം. അപ്പോൾ നമുക്കിവിടെ പൈത്തണിൽ ഡെഫിനിഷൻ എഴുതാൻ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ഫംഗ്ഷൻ്റെ പേര് ഫെബനാക്കി എന്നുള്ള പേര്, കറക്റ്റ് സ്പെല്ലിങ് അതുപോലെ തന്നെയാവണം. പിന്നെ n എന്നുള്ള വാല്യൂ അവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അത് റിസീവ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഒരു കോളൻ ഇട്ടാൽ അതിനർത്ഥം ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഡെഫിനിഷൻ മീൻസ് ഈ ഫംഗ്ഷനിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫെബനാക്കി സീരീസിൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് പൈത്തണിൽ ഇങ്ങനെ എഴുതാം, f1, f2 ഈക്വൽ ടു ഫസ്റ്റ് നമ്പറിന് 0, f1ന് 0യും f2ന് 1ഉം സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും പ്രിൻറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ പ്രിൻറ്റ് f1, f2, ഒരു എൻഡ് ഈക്വൽ ടു, നമുക്കൊരു സ്പേസ് ഇടാം, എൻഡ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയുള്ള നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ 4 അതിന് i in റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. i in റേഞ്ച് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ റേഞ്ച് ഫംഗ്ഷനിൽ ഫസ്റ്റും സെക്കൻഡ് f1 f2 നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി 3 തൊട്ട് തുടങ്ങാം. 3, ഇപ്പോൾ 0 ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ റേഞ്ച് ഫംഗ്ഷനിൽ ഇപ്പോൾ 3, അപ്പോൾ ഇനീഷ്യൽ 3 ഇൻക്ലൂഡിങ് 3 പിന്നെ എക്സ്ക്ലൂഡിങ് നമുക്ക് ഇവിടെ എഴുതുന്ന വാല്യൂ ആണ് n. അപ്പോൾ n എക്സ്ക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് n+1 എടുക്കാം. അതുകൊണ്ടാണ് n+1 എടുക്കുക. കാരണം റേഞ്ച് ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇൻക്ലൂഡിങ് ഈ വാല്യൂ എക്സ്ക്ലൂഡിങ് n. അപ്പോൾ n+1 ആയാലാണ് കറക്റ്റ് n കിട്ടുള്ളൂ. എന്നിട്ട് അതും കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിൽ ബ്ലോക്ക് ഈ കോളൻ കഴിഞ്ഞിട്ടുള്ള ഇൻഡൻറ്റിൽ വരും. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് f3 കാണാം. അപ്പോൾ f3 എന്ന് പറയുന്നത് f1ലുള്ള വേരിയബിളും പ്ലസ് f2ലുള്ള പ്രീവിയസ് 2 നമ്പേഴ്സിൻ്റെ സമ്മാണല്ലോ f3യിൽ കാണുന്നു. അതിനുശേഷം f3യിലുള്ള ഈ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഒരു എൻഡ് ഈക്വൽ ടു, എൻഡ് ഈക്വൽ ടു ഒരു സ്പേസ് അവിടെ കൊടുക്കും. അപ്പോൾ നമ്മൾ എത്രയും പ്രിൻറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ ഇതിന് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇപ്പോൾ f1 f2, f3 എന്നുള്ളത് f2ലേക്കും നമുക്ക് f1ലേക്ക് f2നെയും f2ലേക്ക് f3നെയും എക്സ്ചേഞ്ച് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യണം. കാരണം ഇതിപ്പോൾ f1 ഇത് f2 ആണ്. അടുത്തത് ഇത് രണ്ടും ആഡ് ചെയ്തതായിരിക്കും ഇവിടെ. പിന്നെ അടുത്തത് എന്തായിരിക്കും, അപ്പോൾ f1 ഇത് f1 f2 ആണെങ്കിൽ f1 + f2 ഇതാണ്. നെക്സ്റ്റ് നമ്പർ ഇടണമെങ്കിൽ ഇത് f2 ആയിരിക്കണം, ഇവിടെ f1 ആയിരിക്കണം. അപ്പോൾ f1 f2നെ f1ലേക്കും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, f3ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമുക്ക് f1, f2 f1ലേക്ക് f1, f2 ഇത് രണ്ടിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. f1ലേക്ക് പ്രീവിയസ് f2നെ ഇൻ്റർചേഞ്ച് ചെയ്യാം, f1ലേക്ക് f2നെയും പിന്നെ f2ലേക്ക് f3നെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ f1, f2 ഈക്വൽ ടു f2, f3 എന്ന് വരും. അപ്പോൾ f1ലേക്ക് f2നെ ഇട്ടു, അപ്പോൾ f2ൻ്റെ സ്ഥാനത്തേക്ക് f3നെ, അപ്പോൾ പ്രീവിയസ് നമ്പേഴ്സ് അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തു. f1ലേക്ക് ഇത് f1ലേക്ക്, അപ്പോൾ ഇതായിരിക്കും f1, ഇതായിരിക്കും f2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്ക് എന്ത് ചെയ്യണം, f3യിലുള്ളതിന് f2ലേക്ക് കിട്ടും. ഇനി f1 + f2 ആണല്ലോ, അത് വീണ്ടും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ലൂപ്പ് ഇങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. f3 + f1 വീണ്ടും ആഡ് ചെയ്യും.
കഴിയും. അപ്പോൾ F3 എന്തായിരിക്കും? ഈ 0 + 1 1 ആയിരിക്കും. അതിനുശേഷം 0 + 1 1 ടു 1 + 1 2 ആയിരിക്കും അടുത്തത്. ഇനി അടുത്ത് എന്തായിരിക്കും? ഈ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. I എന്തായിരിക്കും? I ഇപ്പോൾ 3 കഴിഞ്ഞ് I 4 ആവും. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇൻ്റർചേഞ്ച് F3 എന്നുള്ളത് ഇപ്പോഴുള്ള F1 F2 ആയിരിക്കും. അത് കഴിഞ്ഞ് F1 F2 ആഡ് ചെയ്യും. ദെൻ F1 F2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉത്തരം ഇവിടെ 1 + 2 3 കഴിഞ്ഞാൽ പിന്നെ F1 ഇതാവും F2 ഇതാവും. പിന്നെ F1 + F2 ഇങ്ങനെയായിരിക്കും. പിന്നെ ഇവിടെ അടുത്തത് കിട്ടാൻ F1 ഇതായിരിക്കും, F2 ഇത് 2 + 3 5. അങ്ങനെ നമുക്കിപ്പോൾ എത്ര നമ്പർ വരിക? നമ്മളിപ്പോൾ റൺ ചെയ്ത് നോക്കാം ഈ പ്രോഗ്രാം. എൻ്റർ എ നമ്പർ. ഞാനിപ്പോൾ ഒരു 4 കൊടുത്തു. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. സ്ട്രിങ്ങിന് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനൊന്നും ഇതുപോലെ ഇങ്ങനെ F1 + F3 അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ കോൺകനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇൻറ്റീജറാക്കി മാറ്റണം. സ്ട്രിങ്ങിനെ നമ്മൾ യൂസറിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ വഴി കിട്ടുന്ന സ്ട്രിങ്ങായിരിക്കും ഇതിനെ പറയുക കാസ്റ്റ് ചെയ്യാന്ന് പറയും. നമുക്ക് ഇൻറ്റിലേക്ക് കൺവേർഷൻ നടത്തണം. ഡാറ്റ ടൈപ്പിന് കൺവേർഷൻ നടത്തണം ഇൻറ്റിലേക്ക്. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും എറർ വരുന്നുണ്ടോ നോക്കാം. എൻ്റർ. ഇപ്പോൾ നോക്കൂ. അപ്പോൾ ആദ്യം F1 F2 പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇത് F3 കിട്ടി. F1 + F2 F3 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു? F1 ഇതാക്കി, F3 F2 ആക്കി. രണ്ടും ആഡ് ചെയ്തപ്പോൾ ഇതായിരിക്കും F3 കിട്ടി. F3 കിട്ടിക്കഴിഞ്ഞാൽ ഈ F1 ഇതായിരിക്കും, F2 ഇതായിരിക്കും. ഇന്ന് രണ്ടും ആഡ് ചെയ്താൽ നെക്സ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ 5 1 2 3 4 5 സീരീസ് ഫെബനാക്കി സീരീസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്യുന്ന നമ്പർ എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. ഇങ്ങനെ മാനിപ്പുലേഷൻസ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഇൻറ്റീജറായിട്ട് കൺവേർഷൻ നടത്താം. ഇതിനാണ് പറയുക കാസ്റ്റിംഗ്. എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷനാണ്. യൂസറുടെ പെർമിഷനോട് യൂസർ അറിഞ്ഞുകൊണ്ട് ഡാറ്റ ടൈപ്പിനെ മാറ്റുന്നതാണ്, കൺവേർഷൻ നടത്തുന്നതാണ്. ഒരു സ്ട്രിങ് ടൈപ്പിന് ഇൻറ്റീജറിലേക്ക് കൺവേർഷൻ നടത്തുന്നു. യൂസർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺവേർഷൻ നടത്താം. ഇതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുക. ചില സമയത്ത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ നടത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ടൈപ്പിനെ വലിയ ടൈപ്പിലേക്ക് കൺവേർഷൻ നടത്തും. അതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. അതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. അത് ഏത് സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബോട്ടിലുണ്ട്. അതിലുള്ള കണ്ടൻറ്റ് എനിക്ക് വലിയ ബോട്ടിലേക്ക് ഒഴിക്കണം. വെള്ളമുണ്ട്, അതിൽ വലിയ ബോട്ടിലേക്ക്, ഇപ്പോൾ 1 ലിറ്റർ ബോട്ടിലെ വെള്ളം 1.5 ലിറ്റർ ബോട്ടിലേക്ക് ഈ കൺവേർഷൻ അവിടേക്ക് മാറ്റണമെങ്കിൽ യാതൊരു റിസ്ക്കും ഇല്ല, ഡാറ്റ ഒന്നും മിസ്സാവില്ല. അപ്പോൾ അത് ഇംപ്ലിസിറ്റ്ലി നടക്കും. അതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. കമ്പൈലർ തന്നെ ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമറുടെ അനുഭവത്തോടെ പ്രോഗ്രാമർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനെ പറയുക എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയും. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഇത് എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്, ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. ഈ ഫെബനാക്കി സീരീസ് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം എക്സാമിന്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 5 കൊടുത്തു, ഞാനിപ്പോൾ 8 എന്ന് കൊടുത്തു. ഫെബനാക്കി സീരീസ് വേണ്ട. 0 + 1 1 1 + 1 2 2 + 1 3 3 + 2 5 5 + 3 8 13. അങ്ങനെ ഇത്രയും നമ്പേഴ്സ് അവിടെ പ്രിൻ്റ് ചെയ്തു. നമുക്ക് 1 2 3 4 5 6 7 8 നമ്പർ അവിടെ പ്രിൻ്റ് ചെയ്തു. ഇനി അടുത്തൊരു പ്രോഗ്രാം നെക്സ്റ്റ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം എക്സാമുമായി ബന്ധപ്പെട്ട്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.